ദക്ഷിണാഫ്രിക്ക ബാർബഡോസിൽ മഴവിൽ അഴകുള്ള ഒരു സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യയ്ക്കെതിരായ ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ ക്ലാസൻ അടിച്ചു തകർത്തു. റൺ മഴ പെയ്തു. 24 പന്തുകളിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് 26 റൺസ് മാത്രമാണ് വേണ്ടിയിരുന്നത്. ക്ലാസനും മില്ലരും ക്രീസിൽ നിൽക്കുമ്പോൾ ആ ലക്ഷ്യം നിസ്സാരമായിരുന്നു. രോഹിത് ഹാർദിക് പാണ്ഡ്യയുടെ കൈവശം പന്ത് ഏൽപ്പിച്ചു. കഴിഞ്ഞ ഐപിഎല്ലിൽ ഇന്ത്യൻ ഫാൻസ് കൂവലുകൾ കൊണ്ട് മൂടിയ അതേ ആൾ ഹാർദിക് പാണ്ഡ്യ. പിച്ച് ചെയ്ത ബാറ്റിനടുത്തുള്ള പന്തുകളെല്ലാം ക്ലാസൻ ഗാലറിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാർദിക് അത് മനസ്സിലാക്കി. സ്ലോ ആൻഡ് വൈഡ്. ക്ലാസൻ ഋഷഭ് പന്തിന്റെ കരങ്ങളിൽ. അടുത്ത ഊഴം ബുംറയ്ക്കും അർഷ്ദീപ് സിംഗിനുമായിരുന്നു. 142 കിലോമീറ്റർ വേഗതയുള്ള ഒരു ഇൻസ്വിംഗർ കൊണ്ട് ബുംറ മാർക്കോ യാൻസന്റെ ലെഗ് സ്റ്റംപിലെടുക്കുന്നു. 19ാം ഓവറിൽ അർഷ്ദീപ് 4 റൺസ് മാത്രം വഴങ്ങി. ഹാർദിക്കിന്റെ അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 16 റൺസ് ആവശ്യമായി വന്നു. ആ സമയത്താണ് സൂര്യകുമാർ യാദവിന്റെ അവിശ്വസനീയമായ ക്യാച്ച്. ബൗണ്ടറിക്കരികിൽ ക്യാച്ച് ചെയ്തു. പന്ത് ഉയർത്തി എറിഞ്ഞ് ലൈൻ കടക്കുന്നു. വീണ്ടും മൈതാനത്തിലേക്ക് ചാടി പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നു. സൂര്യ മില്ലറിന്റെ അന്തകനായി. അതിനുശേഷവും കാര്യങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഇടങ്കൈ ബാറ്റർ ആയ റബാഡയെ സഹായിക്കുന്ന കാറ്റ് ബ്രിഡ്ജ് റൗണ്ടിൽ വീശിയിരുന്നു. ലെഗ് സൈഡിലേക്ക് ഒരു സാധാരണ ഹിറ്റ് പോലും പന്ത് സ്റ്റേഡിയത്തിൽ എത്തുമായിരുന്നു. പക്ഷേ ഹാർദിക് അതിന് അനുവദിച്ചില്ല. അദ്ദേഹം ഓഫ് സ്റ്റംപിന് പുറത്തൊരു കെണി ഒരുക്കി. റബാഡ ലോങ് ഓഫിൽ പിടികൊടുക്കുന്നു. അവസാനം ഇന്ത്യ ജയിച്ചു. ആ സമയത്ത് ഷോമാൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ഹാർദിക് വിറയ്ക്കുന്നു. സാവകാശം അയാൾ ഇന്ത്യൻ പതാക കൈയിൽ എടുത്തു വിതുമ്പി കരയുന്നു. ആ സമയത്ത് ഹാർദിക്കിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു മനുഷ്യനും സഹിക്കാനാവാത്ത കാര്യങ്ങളാണ് ഹാർദിക് ഐപിഎല്ലിൽ നേരിട്ടത്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ഹാർദിക്കിന്റെ ഹോം ഗ്രൗണ്ടായിരുന്നു. അവിടെപോലും അയാൾ കൂവലുകൾ കേട്ടു. നായക സ്ഥാനത്ത് രോഹിതിന് പകരം ഹാർദിക്കിനെ സങ്കൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കളിയിൽ നിന്ന് വിരമിച്ചാലും ഈ അപമാനം ഹാർദിക് മറക്കില്ല. ഇന്ത്യയിലെ മൈതാനങ്ങളുടെ മധ്യഭാഗത്ത് നിന്ന് ഹാർദിക് ജീവനോടെ ദഹിച്ചു. പക്ഷേ കരീബിയൻ ദ്വീപുകളിൽ വെച്ച് അദ്ദേഹം ഫിനിഷ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റു. ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിക്കാൻ നിർണായ പങ്കുവഹിച്ചു. ചിലപ്പോൾ ലോകം മുഴുവനും നമ്മെ എതിർക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആത്മവിശ്വാസം കൈവിടാതിരിക്കണം. അപ്പോൾ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നമുക്ക് സാധിക്കും. ഒരു അഭിമുഖത്തിൽ ഹാർദിക് മനസ്സ് തുറന്നിരുന്നു. എന്റെ ബാല്യത്തിൽ എനിക്ക് ഒരിക്കലും നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് പണം വേണമല്ലോ. കാരണം ഞാൻ ഒരു സാധാരണ കുടുംബത്തിലാണ് വളർന്നത്. 5 രൂപ കൊടുത്താൽ ഒരു പ്ലേറ്റ് നിറയെ നൂഡിൽസ് ലഭിക്കും. മിക്കപ്പോഴും അതായിരുന്നു എന്റെ ഭക്ഷണം. ഹാർദിക് ഒരു പ്രചോദനമാണ്. ഏത് സാധാരണക്കാരനും ലോകത്തിന്റെ ഉച്ചിയിൽ എത്താൻ കഴിയുമെന്ന് പാഠം. പണ്ട് ഹാർദിക്കിന് കളിക്കിടയിൽ ഒരു ബാക്ക് ഇഞ്ചുറി സംഭവിച്ചിരുന്നു. അത് അയാളുടെ കരിയർ തന്നെ തുലാസിലാക്കിയ സംഭവമായിരുന്നു. ഹാർദിക്കിനെ ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുവന്നത് സ്ട്രെച്ചറിലായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ അന്ന് പിൻ ഡ്രോപ്പ് സൈലൻസ്. പരിക്ക് ഗുരുതരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹാർദിക് മെഡിക്കൽ റൂമിൽ കിടന്നു. അയാളുടെ തല മാത്രമേ അന്ന് ചലിച്ചിരുന്നുള്ളൂ. ആ അവസ്ഥയിൽ നിന്ന് ആണ് ഹാർദിക് തിരിച്ചുവന്നത്. ഒരു പക്ഷേ പരാജയം മൂലമുണ്ടായേക്കാമായിരുന്ന ടീമിലെ ചിലരുടെ പൊസിഷൻ വളരെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരെ അലക്ഷ്യമായി വിക്കറ്റ് വലിച്ചെറിഞ്ഞ അക്സർ പട്ടേൽ തുടങ്ങി പലതും മായ്ക്കപ്പെട്ടു. ഒപ്പം ഒരു കാലഘട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച രോഹിത്, കോഹ്ലി എന്നിവർക്കും ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നിട്ടും ഒരു ലോക കിരീടത്തിന്റെയും ഭാഗമാക്കാൻ ഭാഗ്യമില്ലാതിരുന്ന നിലവിലെ കോച്ച് ദ്രാവിഡിനുമുള്ള കാലത്തിന്റെ നീക്കിയിരിപ്പുമായി ഈ ലോക കിരീടം. നിർഭാഗ്യങ്ങളുടെ രാജാക്കന്മാരെ. ടീം സൗത്ത് ആഫ്രിക്ക ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഒട്ടേറെ വികാര മുഹൂർത്തങ്ങൾക്കിടയിലും ഈ ചിത്രം വെരി സ്പെഷ്യലായി ഈ ലോകകപ്പിന്റെ ചിത്രമായി ഇവിടെ കിടക്കട്ടെ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മഹത്തായ ഒരു അധ്യായം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.